ഞാൻ പറയില്ലേ നമ്മൾ കണ്ണാടിൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് അഭിനയിക്കും, കരയുന്ന അഭിനയിക്കും, ചിരിച്ച് ഡയലോഗ് പറയുന്നതൊക്കെ. എനിക്ക് ഡയലോഗ് പറഞ്ഞ് ചെയ്യുന്നത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ 1-2 വർക്കുകളൊക്കെ അങ്ങനെ സീരിയലൊക്കെ ചെയ്തപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ടായി. പിന്നെ ഞാനത് ചെയ്തു നോക്കും. അങ്ങനെ പിന്നെ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ ഫാമിലിയുടെ കൂടെയൊക്കെ ഇരുന്ന് പോയി കാണുമ്പോൾ എനിക്കൊരു ചമ്മല. പക്ഷെ അതെനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഡബ് ചെയ്ത് ശ്രീജ ചേച്ചിയായിരുന്നു പടത്തിൽ. അപ്പം നല്ല സൗണ്ടായിരുന്നല്ലോ. എൻ്റെ സൗണ്ടിൽ ഡബ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് നമ്മൾ അഭിനയിച്ചാൽ മതി, പക്ഷെ അവർ നന്നായിട്ട് ഡബ് ചെയ്ത് അത് ഇവരെ കൂടെ ഇരുന്ന് കാണുമ്പം കുഴപ്പമില്ല, കൊള്ളാം എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ അത് ടി വിയിൽ വരുമ്പോൾ ഇരുന്ന് കാണും. അപ്പോൾ ഇപ്പം ഈ അടുത്തൊക്കെ എൻ്റെ മോനൊക്കെ പടം കണ്ടേ. ഇപ്പം ചെറിയ ആള് എൻ്റെ റീൽസ് കാണും. അപ്പം ഇപ്പം ഞാൻ അവനിപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അവനിപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളെ പോലെ പല കൊച്ചു ടി വി കാണുമൊന്നുമില്ല. അതായത് ടി വിയിൽ കൊച്ചു ടി വി ഒന്നും വെച്ച് കൊടുത്താൽ അതൊന്നും ഒരു പാട്ട് മതി. പാട്ട് അവന് പാട്ടാ ഇഷ്ടം. പാട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അമ്മ പാട്ട് വെക്കുന്നത്. ഇപ്പം പാട്ടിൽ ടി വിയിൽ ഇങ്ങനെ പാട്ട് കഴിക്കും. അപ്പോൾ അവൻ പറയുന്നത് ആ നടി അമ്മ, അത് അമ്മയാണ്. കാരണം അവൻ എൻ്റെ ഫോണിൽ റീൽസ് കാണുമ്പോൾ ഞാനാണ്. അപ്പം ഇനിയിപ്പോൾ ഏതൊരു നടി അഭിനയിക്കും പാട്ട് പാടും അത് അമ്മയാന്ന് പറയാതെ.